ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെൻസം വ്ളോഗ്സ്. നമ്മൾ പുതിയതായിട്ട് കുറച്ച് മീനുകളെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടുത്തെ മീനുകളുടെ അപ്ഡേഷൻസും നമ്മൾ കാട്ടുന്നുണ്ട്. നമ്മൾ 2 ഗോൾഡ് ഫിഷിനെയാണ് വാങ്ങിയിട്ടുള്ളത്. പോണ്ടിൽ പിന്നെ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഫയലുകളാണ് നമ്മുടെ അടുത്തുള്ളത്. നമ്മുടെ ഒരു ഫ്രണ്ട് തന്നതാണ് കേട്ടോ നമുക്ക്. ഇതിൻ്റെ അകത്ത് പിന്നെ കളർ വീഡിയോസും ഉണ്ട് കേട്ടോ. ഇതാ നമ്മുടെ പാണ്ടാമോളിയുടെ ബേബീസാണ്, കുറേ എണ്ണമുണ്ട് കേട്ടോ. അതിനിപ്പോൾ ഒന്ന് ഫീഡ് കൊടുത്താൽ നോക്കിയതാണ്. 30 എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. ഇതാണ് അതിൻ്റെ ഫീമെയിൽ. ഇത് സോട്ടേലിൻ്റെ ഇതാണ് കേട്ടോ, ടാങ്ക്. പക്ഷെ ഇത് ബ്രീഡായിട്ടില്ല ഇതുവരെ. ഇത് നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന വേറൊരു ഗപ്പീൻ്റെയാണ്, ക്രോസ് ബ്രീഡ് ചെയ്യിപ്പിച്ചാണ്. പിന്നെ നമ്മൾ ചെറിയ സെറ്റപ്പ് നോക്കിയതാണ്, ഫീഡ് ചെയ്യാൻ എന്തെങ്കിലും സംവിധാനം. പക്ഷെ നടക്കത്തില്ല. നമ്മൾ പുതിയത് നോക്കും. ഇത് നമ്മുടെ വൈറ്റ് മോളിനും ബ്രീഡ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ് കേട്ടോ. നമ്മൾ അക്വേറിയം ക്ലീൻ ആക്കിയപ്പം അതിൻ്റെ അകത്ത് വാളേന്ന് ഇങ്ങോട്ടാണ് ഇട്ട്. അങ്ങനെയാണ് ടാങ്ക് ഫുള്ള് ഒരുമാതിരി ക്ലീൻ ഇല്ലാതിരിക്കുന്നത്. ഇത് പിന്നെ ഗോൾഡ് ഫിഷിനെ വാങ്ങിയപ്പോൾ നമ്മൾ കൊണ്ടുപോയിട്ട ടാങ്കാണ് കേട്ടോ. ഇതിൻ്റെ അകത്തുണ്ട് 2 ഗപ്പീസ്. അതിൽ മെയിൽ ഇവിടെ ഉണ്ടായതാണ്, ക്രോസ് ബ്രീഡ് ചെയ്യിപ്പിച്ച്. അത്യാവശ്യം ഇയറൊക്കെ ഉള്ളതാണ് കേട്ടോ. അതുമാത്രമല്ല, ഒരു റെയിൻബോ പോലത്തെ കളറാണ് ഈ സാധനത്തിന്. ഞാൻ എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, സൈഡിലൊക്കെ നല്ല കളറുണ്ട്. ഒരു ദിവസം എൻ്റെ സൈഡ് വ്യൂ ഒക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ജാപ്പനീസ് ബ്ലൂ ആണ് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ടേക്കുന്നത്. ഇതിൻ്റെയും ഫീമെയിൽ ഡെഡായിപ്പോയി. അങ്ങനെ നമ്മൾ വേറൊരു ഫീമെയിലായിട്ട് ക്രോസ് ബ്രീഡാണ് കേട്ടോ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കളറിന് ചെറിയ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ ഇട്ടേക്കുന്ന ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് കുപ്പിയിലായതുകൊണ്ട് അതിയായ പ്രശ്നമുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മളൊരു ജോഡി ഗപ്പീനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് ഒരേ ടൈപ്പ് സാധനമല്ല, പക്ഷേ ഇതിൽ നമ്മൾ ക്രോസ് ബ്രീഡ് തന്നെയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ അടുത്ത് മെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ഫീമെയിൽ നമ്മൾ പോയി എടുത്തതാണ് കേട്ടോ. ഇതിന് അത്യാവശ്യം കളറൊക്കെ തന്നെയുണ്ട് കേട്ടോ. നമ്മുടെ പൂച്ച പോകുന്നുണ്ട് ആ വഴി. ഇത് പിന്നെ നമ്മുടെ പാണ്ടാമോളി കഴിഞ്ഞാണ് ബ്രീഡായപ്പം അതിൻ്റെ കുഞ്ഞുങ്ങളെ ഇട്ടതാണ്. പക്ഷെ എല്ലാ കുഞ്ഞുങ്ങളെയൊന്നും കിട്ടിയില്ല. ഒരു 30ഓളം കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു ബ്രീഡായപ്പം. പക്ഷെ ബ്രീഡായി വലുതായപ്പോഴേക്കും അത് 1, 2, 3 ആയിപ്പോയി. ഇതിൻ്റെ അകത്ത് പിന്നെ ഗപ്പീസും ഉണ്ട്. ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഇത് ഇത്രയും വലുതായി. കൂടെ ചുവന്നുള്ളി ഉണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് മറിഞ്ഞു പോകാനൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.